സർ, നാളെ നിലമ്പൂർ ഇലക്ഷൻ റിസൾട്ട് വരും. വിജയമാർക്ക് എന്നുള്ള ചോദ്യത്തിന് പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഷൗക്കത്തിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇല്ല, അങ്ങനെയല്ല, 19 വർഷത്തിന് ശേഷം സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ ഇറക്കിയ എം സ്വരാജ് തന്നെ മണ്ഡലം വീണ്ടെടുക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അൻവർ ഒരു വലിയ വാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ താൻ തന്നെ ജയിക്കുമെന്നൊക്കെയുണ്ട്. പക്ഷേ പലരും പറയുന്നത് ഷൗക്കത്ത് തന്നെയാണ്, കോൺഗ്രസിൻ്റെ മണ്ണ് കൂടി ആയതുകൊണ്ട് ഷൗക്കത്ത് തന്നെയാണ് വിജയം അനുകൂലമെന്ന് പറയുന്നുണ്ട്. അൻവർ നാളെ പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അതോടെ അവസാനിക്കുമെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒന്ന് പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നാണോ ഈ കേരള രാഷ്ട്രീയത്തിലെ അൻവർ ഫാക്ടർ? അല്ല, അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്നതിനേക്കാൾ ഉപരി അൻവറിൻ്റെ രാഷ്ട്രീയം ഇനി എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം നാളെ ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഷൗക്കത്ത് ജയിച്ചാലും ഇനി സ്വരാജ് ജയിച്ചാലും അതൊരു നമുക്കൊരു ഇതായിട്ട് പറയുകയാണെങ്കിലും സ്വരാജ് ജയിക്കുകയാണെങ്കിലും ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിലും അൻവറിൻ്റെ രാഷ്ട്രീയം അൻവർ നിലനിർത്തും. കാരണം നമ്മളീ പറഞ്ഞാലൊരു ഒരാണ് ഷൗക്കത്താണ് അവിടെ വിജയപ്രതീക്ഷയുള്ള അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 60%-അധികം സാധ്യത. മറ്റ് അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ ഷൗക്കത്ത് തന്നെയായിരിക്കും അവിടെ നിന്ന് വിജയിക്കാൻ സാധ്യത. പക്ഷേ ഷൗക്കത്ത് വിജയിക്കുകയും ആ മണ്ഡലം കോൺഗ്രസ് നിലനിർത്തുകയും ചെയ്താലും അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങളെ അവഗണിക്കാൻ UDF-ന് കഴിയില്ല. അൻവർ ഉയർത്തിയ പിണറായി വിജയനും CPM-നുമെതിരെ അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ കടന്നു പോകാൻ ഒരിക്കലും UDF-ന് കഴിയില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് UDF-ന് പല മണ്ഡലങ്ങളിലും ആയുധമാക്കേണ്ടി വരും. മാത്രമല്ല, ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയം കേന്ദ്രീകരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിലാണ്. CPM പോലും അല്ലെങ്കിൽ കോൺഗ്രസോ CPM-ഓ അല്ല മലപ്പുറം ജില്ലയിലെ പ്രധാന പാർട്ടി, വലിയ പാർട്ടി, അത് മുസ്ലിം ലീഗാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു പാട്രണേജിലാണ്, രക്ഷകർത്തത്തിലാണ് അൻവർ ഈ കളിയെല്ലാം ആദ്യം പോലെ കളിക്കുന്നത്. പിണറായി വിജയനായിട്ട് ഉടക്കാൻ തീരുമാനിച്ച ആ നിമിഷം മുതൽ അൻവർ ഒരു ലീഗിൻ്റെ അടുത്ത ആളായി മാറുകയായിരുന്നു. നേരത്തെ ഒരു ലീഗ് വിരുദ്ധനായിരുന്ന അൻവർ ലീഗിൻ്റെ ചില പ്രവർത്തകരുടെ കൊലപാതകത്തിലൊക്കെ അൻവറിൻ്റെ പങ്കുണ്ട് എന്നുള്ള അലി കേസിൻ്റെ എഴുത്തള്ളി അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് CPM വിടാൻ ആലോചിച്ചപ്പോൾ അൻവർ ആദ്യം ഒരു ഓടിച്ചെല്ലുന്നത്, അഭയം തേടിച്ചെല്ലുന്നത് ലീഗിൻ്റെ മടയിലേക്കാണ്. ലീഗ് സംരക്ഷിക്കാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാൽ VD സതീശൻ്റെ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ അൻവറിന് കുറേ കൂടെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് UDF-ൽ കിട്ടുമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ PV അൻവറിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ലീഗിനുള്ളതുകൊണ്ട് ലീഗിനെ പിണക്കാൻ ഇപ്പോൾ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് ജയിച്ചാലും നല്ല ഭൂരിപക്ഷം ജയിച്ചാൽ പോലും അൻവറിനെ എതിർക്കുന്ന കോൺഗ്രസ് നേതാക്കളാരും ഇനി ലീഗുമായിട്ട് യുദ്ധത്തിന് പോകില്ല. അപ്പോൾ ലീഗിൻ്റെ പിന്തുണ അല്ലെങ്കിൽ ലീഗിൻ്റെ സമ്മർദ്ദം അല്ലെങ്കിൽ ലീഗിൻ്റെ ആ നിർദ്ദേശത്തെ അംഗീകരിച്ചുകൊണ്ട് PV അൻവറിനെ UDF നിലനിർത്താനുള്ള ഒരു ആലോചന ഉണ്ടാകുമെന്നുള്ള കാര്യം ശരിയാണ്. അത് എത്രയ്ക്ക് അളവിലേക്ക് പോകുന്നുള്ളത് നാളത്തെ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് UDF-ൽ നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് അൻവർ ഇപ്പോഴും അന്വേഷിക്കുന്നത്. ഇപ്പോഴും UDF നേതാക്കളുമായിട്ട്, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയായിട്ടും കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കളും KC വേണുഗോപാലായിട്ടൊക്കെ അദ്ദേഹം നിരന്തരം സംസാരിക്കുകയും ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷൗക്കത്തിൻ്റെ വിജയം, എത്ര ആധികാരികമായ വിജയം അദ്ദേഹത്തിന് ലഭിച്ചാലും UDF-ൽ നിലനിൽക്കാനുള്ള ഒരു വഴി അൻവർ നോക്കുന്നുള്ള കാര്യം തർക്കമില്ല. അൻവറിനെ അങ്ങനെയൊക്കെ ഉപേക്ഷിക്കാൻ UDF-ന് കഴിയുകയുമില്ല. കാരണം അൻവർ ഒരു തികഞ്ഞ CPM നിലപാടുമായിട്ട് നിൽക്കുമ്പോൾ അതിനോട് യോജിക്കാതിരിക്കാൻ UDF-ന് നിർവാഹമില്ല. സതീശൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ അൻവറിൻ്റെ സമ്മർദ്ദത്തിനപ്പുറത്തേക്ക് പോയി നിലമ്പൂരിൽ വിജയിച്ച് കഴിഞ്ഞാൽ ഇനി അൻവർ വന്നോട്ടെ, അല്ലെങ്കിൽ ഇനി അൻവർ സ്വീകരിക്കാം. കാരണം അൻവറിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നുള്ള ചീത്തപ്പേര് ഒഴിവാക്കാനായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ആ നിലപാട് ആദ്യം എടുത്തത്. ഇനി അൻവർ വരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുഴപ്പമില്ല. അപ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയത്തെ അങ്ങനെ ഉപേക്ഷിക്കാൻ UDF-ന് കഴിയില്ല എന്നുള്ളതിനാണ് നമ്മൾ ഇപ്പോഴത്തെ വിലയിരുത്തൽ കാണുന്നത്. പക്ഷേ അൻവർ പരാജയപ്പെടുമ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എന്ത് സംഭവിക്കും? CPM-നെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ UDF-ന് അടുത്ത ഇലക്ഷനിൽ ഏറ്റെടുക്കേണ്ടി വരും. അല്ലാതെ UDF-ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം കേന്ദ്രങ്ങളിൽ, നമ്മൾ ഈ മലബാറിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് മുസ്ലിം കേന്ദ്രിത രാഷ്ട്രീയം. എല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിം വിഭാഗത്തിൻ്റെ അപ്രമാദിത്വമുണ്ട്. മലബാറിലെ എല്ലാ മണ്ഡലങ്ങളിലും, നമ്മൾ തൃശ്ശൂർ വിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ കാസർഗോഡ് വരെ, ഗുരുവായൂർ മുതൽ മഞ്ചേശ്വരം വരെയുള്ള എടുത്തു നോക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ ചില മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും, പിന്നെ ഇരിക്കൂർ പോലുള്ള ക്രൈസ്തവ മേഖലകൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും വലിയ തോതിൽ മുസ്ലിം ഇതുള്ള ഒരു അപ്പർ ഹാൻഡുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കണം രാഷ്ട്രീയ പ്രചരണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ UDF-ന് നല്ല ധാരണയുണ്ട്. അപ്പോൾ അൻവർ ഉയർത്തിയ വിഷയങ്ങൾ അവർക്ക് ഉന്നയിക്കേണ്ടി വരും.
അപ്പോൾ അൻവർ പോയാലും ഉയർത്തിയ വിഷയങ്ങൾ നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് അൻവറിന് ഒരു പ്രാധാന്യവും പ്രസക്തിയും CPM വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്നുള്ള അടുത്ത് തർക്കമില്ല. അത് ഏത് അളവ് വരെ പോകണമെന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ VD സതീശൻ്റെ കയ്യിലാണ് UDF സംവിധാനം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടേ വരുള്ളൂ. എങ്കിൽ അൻവറിനെ അങ്ങനെ അങ്ങോട്ട് ഉപേക്ഷിക്കുക എന്നുള്ളത് UDFന് ഒരു പക്ഷേ സാധ്യമാകുന്ന കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ ഭാരതാംബ വിവാദം. അതുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രി P. പ്രസാദ് പ്രതികരിക്കുന്നു, അതിനുശേഷം മന്ത്രി ശിവൻകുട്ടി പ്രതികരിക്കുന്നു. ഇത് ഒരു തരം കണ്ണിൽ പൊടിയിടുന്നതാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അതോ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് നിലമ്പൂർ ഇലക്ഷനിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ ഒരു മണ്ഡലമായതുകൊണ്ട് അവിടെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പ്രകടനമാണ്. ഈ രണ്ടാമത് പറഞ്ഞാൽ ചെറിയൊരു കാര്യമുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞതില്ലേ, ഭാരതാംബ വിവാദം എന്ന് പറഞ്ഞാൽ തികച്ചും അനാവശ്യമായ കണ്ണിൽ പൊടിയിടുന്നൊരു സാധനം മാത്രമാണ്. കേരളത്തിൽ അതൊരു വിഷയമേ അല്ല. ഇപ്പോൾ ഭാരതാംബ വിവാദം ഉയർത്തിക്കൊണ്ട് വരുന്നത് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള മറ്റു പല ആരോപണങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് ജനശ്രദ്ധ തിരിച്ചു വിടുക എന്നുള്ളതാണ് CPM ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് BJP ഒരു വഴി ഒരുക്കി കൊടുക്കുന്നത് മാത്രമല്ല, ഇതൊരു നെക്സസിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്തേണ്ട വിഷയങ്ങളൊന്നും BJP ഉയർത്താതെ അവർ മറ്റ് ഭാരതാംബ പോലെ ആർക്കും പ്രയോജനമില്ലാത്ത വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സർക്കാരിനെ ഷീൽഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം. സർക്കാരിൻ്റെ ഉള്ള വിഷയങ്ങളിലേക്ക് സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ, സർക്കാർ നേരിടേണ്ട ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വേറൊരു ബിംബത്തെടുത്ത് വയ്ക്കുന്നു. അതാണ് ഭാരതാംബ എന്ന് പറഞ്ഞത്. അല്ലാതെ ശരിക്കും സർക്കാരിനെ ഷീൽഡ് ചെയ്യാനുള്ള ഒരു BJP ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ അധികം ബുദ്ധിമുട്ടിക്കാതെ, അധികം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയിക്കാതെ, അധികം പ്രതിസന്ധികളിൽ തള്ളിവിടാതെ ഒന്ന് സംരക്ഷിച്ച് നിർത്താനുള്ളൊരു കോട്ട പോലെ വീണ്ടും BJP കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരു മനുഷ്യനും പ്രയോജനമില്ലാത്ത ഈ ഭാരതാംബ പോലത്തെ വിവാദങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരും, അത് വലിയൊരു സംഭവമായി മാറുകയും ചെയ്യുമ്പോൾ സർക്കാരിനെതിരെയുള്ള പല ആരോപണങ്ങളും പല വിമർശനങ്ങളും മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് വിഭാഗങ്ങളുള്ളൂ. ഒന്ന് CPM മറ്റു BJPയും. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ വിവാദങ്ങളെല്ലാം നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ ഇത്തരം അത് പണ്ടും പിണറായി വിജയനും CPM ഒക്കെ ഇക്കാര്യത്തിൽ ഭയങ്കര വിദഗ്ധരായിരുന്നു. കാരണം മനുഷ്യർക്ക് യാതൊരു പ്രയോജനമില്ലാത്ത സാധനം ഉയർത്തിക്കൊണ്ട് വന്നിട്ട്, അതും മതപരമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ പുറകെയും ജനങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളത് CPMൻ്റെ പല നാളുകളായിട്ടുള്ള തന്ത്രം. നാളുകൾ വെച്ചാൽ ഒരിക്കലും ഒരു 10-40 വർഷമായിട്ട് ഇവർ ശബരിമല വിവാദം ഇതുപോലെയുള്ള ഒരു അടവ് നയങ്ങളായിരുന്നു അല്ല. കാരണം 91 മുതൽ അവരെ ഏറെക്കുറെ 91-ന് മുമ്പുമൊക്കെ അവർ EMS ഉള്ള കാലത്തുമൊക്കെ യാതൊരു മനുഷ്യനായിട്ട് ബന്ധപ്പെടാത്ത, മനുഷ്യ ജീവിതമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളായിട്ട് ഇങ്ങനെ അത് മദനിയും ഇവരൊക്കെ മഹാത്മാഗാന്ധിയെ പോലെ മൗലികവാദികളാണെന്ന് പറയുന്നത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും അടിസ്ഥാനപരമായിട്ട് ആ നിമിഷത്തെ വോട്ട് ബാങ്കിനെ ഡീവിയേറ്റ് ചെയ്ത് തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നുള്ളത് കവിഞ്ഞിട്ടുള്ളൊരു പ്രതിബദ്ധതയോ അല്ലെങ്കിൽ മൂല്യബോധമൊന്നും ഒരിക്കലും രാഷ്ട്രീയത്തിൽ CPM പോലൊരു രാഷ്ട്രീയം കാണിച്ചിട്ടില്ല. അത് 100% ഉറപ്പാണ്. ഇതും ഭാരതാംബ വിഷയം ആർക്കും ഒരു മനുഷ്യന് വേണ്ടാത്തൊരു കാര്യമാണ്. ഭാരതാംബയുടെ ചിത്രം ഉണ്ട്, അവിടെ ഇരുന്നാലും ഇരുന്നിരിക്കുന്ന മനുഷ്യർക്ക് എന്താ അതിൻ്റെ വ്യത്യാസം? മനുഷ്യരുടെ ജീവിതത്തിൽ പ്രകടമായൊരു മാറ്റം ആ ചിത്രം കൊണ്ട് വരുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് അതിൻ്റെ വിവാദം എന്ന് പറഞ്ഞാൽ സർക്കാരിനെ ഷീൽഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. അത് BJP ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് CPM അതിനെ ഇഗ്നൈറ്റ് ചെയ്ത് കൊടുക്കുക, കൂടുതൽ തീ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സ്റ്റുപ്പിഡിറ്റി എന്ന് വേണമെങ്കിൽ ഒറ്റ വാർത്തയിൽ പറയേണ്ടി വരും. സർക്കാരിനെ രക്ഷിക്കാനുള്ള അടവുകൾ അത്രയുള്ള കാര്യത്തിൽ. ഇപ്പോൾ മറ്റൊരു വിവാദം കനക്കുന്നുണ്ട്. യോഗേഷ് ഗുപ്തയ്ക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കേരള സർക്കാർ നൽകാത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദം ഇപ്പോൾ നടക്കുന്നുണ്ട്. അജിത് കുമാറിനെ DGP പദവിയിലോട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള സർക്കാരിൻ്റെ ഗൂഢതാല്പര്യങ്ങൾ അതുമെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൽ അവസാനം വന്നു ചേർന്ന ഒരാളാണ് റവട ചന്ദ്രശേഖർ. ഇത് ഒരു ഡിസ്ട്രാക്ഷൻ ആയിക്കൂടെ? അതായത് അതായത് യോഗേഷ് ഗുപ്തയ്ക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല, യോഗേഷ് ഗുപ്ത വേഴ്സസ് അജിത് കുമാർ എന്ന് പറയുന്ന ഒരു വിവാദത്തിൽ ഒരു പുതിയ ഡിസ്ട്രാക്ഷൻ കൊണ്ടുവന്ന് ഒരു കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള ഒരു കേരള സർക്കാരിൻ്റെ തന്നെ. കാരണം നമുക്കറിയാം റവട ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്, തിരിച്ച് അദ്ദേഹം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വരുന്നു, എനിക്ക് DGP ആകണമെന്ന് പറയുന്നു. അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ നീക്കം ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവാൻ സാധ്യതയില്ലേ? അല്ല, ഇത് നമ്മുടെ കാര്യം മനസ്സിലാക്കണ്ടേ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന സർക്കാരിൻ്റെ കീഴിലാണ് അഡ്മിനിസ്ട്രേഷൻ. സർക്കാർ എപ്പോഴും രാഷ്ട്രീയപരമായിട്ടാണ് DGPമാരെന്ന് തീരുമാനിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാ കാലവും അത് പിണറായി വിജയനല്ല, ഇനി വരാൻ പോകുന്ന മുഖ്യമന്ത്രിമാർ, ഇതിനു മുമ്പുണ്ടായ മുഖ്യമന്ത്രിമാരൊക്കെ തങ്ങൾക്ക് കൃത്യമായിട്ട് ധാരണയും അടുപ്പവും തങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾ മാത്രമേ DGP ആയിട്ട് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ പോലീസിലെ ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായ പൊളിറ്റിക്കൽ നിയമനങ്ങൾ തന്നെയാണ്.
അവിടെ ഒരിക്കലും ഈ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമൊന്നുമില്ല. പിണറായി വിജയനും സർക്കാരിനും സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ ആരെ കൊണ്ടാണോ കഴിയുക അവർ DGP ആക്കി വയ്ക്കും, അവർ ചീഫ് സെക്രട്ടറി ആക്കി വയ്ക്കും. സെൻട്രലിൻ്റെ നോംസൊക്കെ പലതും ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലാണ് ഈ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിലാണ് മറ്റേ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും. കാരണം അഖിലേന്ത്യാ സർവീസ് എന്നുള്ള വകുപ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ ഒപ്പം കയ്യിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അജിത് കുമാർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു IPS ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംരക്ഷിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് മാത്രമേ മുഖ്യമന്ത്രി ആ ഫയലുകൾ മുന്നോട്ട് നീക്കുകയുള്ളൂ. അപ്പോൾ യോഗേഷ് ഗുപ്തയോട് അദ്ദേഹത്തിന് താല്പര്യമില്ല. കാരണം അദ്ദേഹം വിജിലൻസ് DGP ആയിരിക്കുമ്പോൾ സർക്കാരിന് അനഭിമിതമായ പല കാര്യങ്ങളും ചെയ്തു, അനഭിമിതമായ രീതിയിൽ നീങ്ങി. മറ്റേ കണ്ണൂരിൽ ADM ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കേസെടുക്കുന്നത് സംബന്ധിച്ചതൊക്കെ ഉള്ള ഫയലുകളൊക്കെ നീക്കിയതെല്ലാം സർക്കാരിന് അനിഷ്ടം അദ്ദേഹത്തിന് നേരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ക്ലിയറൻസ് കൊടുക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സർക്കാർ അനിഷ്ടകരമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ അവർ മൂലക്കിരുത്തും. അത് ഈ നമ്മൾ ഈ പറയുന്ന പോലെ സാധാരണഗതിയിൽ എല്ലാ സർക്കാരും ചെയ്യുന്നതാണ്. അത് LDF സർക്കാർ കുറച്ചുകൂടെ രൂക്ഷമായി ചെയ്യും. UDF സർക്കാർ പതിയെ ഒന്നും മയത്തിലേ ചെയ്യുള്ളൂ എന്ന് മാത്രം. ഒരു പതിയെ രീതിയിലുള്ള അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരിക്കലും അതിനൊരു രാഷ്ട്രീയ മാനങ്ങളുണ്ടാവും. കാരണം അതിൽ പ്രത്യേകിച്ചൊരു അജണ്ടയും നമ്മൾ കാണേണ്ട കാര്യമില്ല. സർക്കാരിന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥനെ മാത്രമേ സർക്കാർ വയ്ക്കുകയുള്ളൂ. പ്രത്യേകിച്ച് CPM ഭരിക്കുമ്പോൾ